അപ്പോൾ ഒരു കഥയ്ക്ക് ഒരു ബീജാപാപം നടന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പേനയും കടലാസും എടുത്ത് എഴുതാനിരിക്കേണ്ട. അതിനെ നിങ്ങളൊന്ന് പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. പാകപ്പെടുത്തി എടുക്കാൻ ചിലപ്പോൾ ഒരു ദിവസം എടുത്തേക്കാം, ഒരു കൊല്ലം എടുത്തേക്കാം, ഒന്നിലധികം വർഷങ്ങൾ എടുത്തേക്കാം. എഴുതാൻ ശ്രമിക്കുന്നു, ശരിയാകുന്നില്ല. ഐസ്കണ്ടി എഴുതുമ്പോൾ അതിൻ്റെ ഘടന എങ്ങനെ വേണമെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായിരുന്നു. പത്രപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ ഈ ഉമ്മയെ ഇൻ്റർവ്യൂ നടത്താൻ വരുവാണ് അതിരാവിലെ. ആ ഉമ്മയുടെ ഫോക്കസിൽ നിന്നുകൊണ്ടാണ് ആ കഥ, വീക്ഷണകോണിൽ നിന്നുകൊണ്ടാണ് ആ കഥ എഴുതിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, കഥയുടെ പ്രമേയം രാഗിയെടുത്ത് രാഗി കൊത്തുപണിവിഴയോട് കൂടിയിട്ടുള്ള ആഭരണമാക്കി മാറ്റുന്ന പ്രക്രിയ ഉടനടി മനസ്സിൽ നിന്ന് നടക്കുന്ന ഒന്നല്ല, വളരെയേറെ കാലം മനസ്സിൽ കൊണ്ടു നടന്നിട്ട് എഴുതാവുന്ന ഒന്നാണ്. ഉപേക്ഷിക്കാത്ത കഥകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഒരു മജിസ്ട്രേറ്റ് ജഡ്ജ് കൊല ചെയ്യപ്പെടുന്നു, പക്ഷെ കൊല ചെയ്യപ്പെട്ടതല്ല എന്നാണ് സർക്കാർ അറിയിപ്പുകൾ പറയുന്നത്. ഈ ഒരു കഥ മനസ്സിലെഴുതി കൊണ്ട് നടക്കുന്നതിന് ഒരു ഗസ്റ്റ് ഹൗസിൽ അർദ്ധരാത്രിയാണിത് സംഭവിക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന പുതിയ സാഹചര്യങ്ങളെ ഈ കഥയിൽ കൊണ്ടുവരാനുള്ള ശ്രമം മനസ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.